കുത്തിത്തിരിപ്പുകൾ പ്രചരിപ്പിക്കുന്നു എന്ന അപഖ്യാതി വേണ്ടുവോളമുള്ളതുകൊണ്ട് ഡെമോക്രസി പരസ്യപ്രചാരണത്തിന് മുതിരുന്നില്ല. മൗനപ്രചാരണം ആയതുകൊണ്ട് ജയം തോൽവി മുതലായ പദങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ആക്ഷൻ ഹീറോ വിലയിരുത്തും സുരേഷ് ഗോപി ഇതാ വരുന്നു. ഒരു പാർലമെന്റ് വരുമ്പോൾ ജനങ്ങളുടെ ജീവിതത്തെ ജീവനെ സംബന്ധിക്കുന്ന ഇഷ്യൂസാണ് എടുത്ത് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ച വന്നില്ല. ആ ചർച്ച മറച്ചു വയ്ക്കാൻ ഗ്യാസിൻ്റെ കാര്യം ആരും ചോദിക്കരുത്, ആധാർ കാർഡിൻ്റെ തോന്നിയാസം ആരും ചോദിക്കരുത്. സ്ത്രീകൾക്ക് നേരെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 10 ദിവസത്തിന് മുമ്പ് സ്മാർട്ട് സിറ്റിയിൽ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിക്ക് അടുത്തുള്ള ഇൻഫോ പാർക്കിൽ 2 പെൺകുട്ടികൾക്ക് ആക്രമണം ഏറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക? പോലീസിനെ അറിയിച്ചിട്ടില്ല. കാരണം വളരെ ഉന്നത കുലജാതരായ കുട്ടികളാണ്. അവരുടെ അച്ഛനമ്മമാർ വന്ന് വിളിച്ചുകൊണ്ട് പറ്റിയത് പറ്റി പോട്ടെ എന്ന് പറഞ്ഞു പോയി. ഒരു പെൺകുട്ടി കടിച്ചു പറിക്കപ്പെട്ട നിലയിൽ ആശുപത്രിയിൽ കിടന്നിട്ട് ഈ കൂട്ടത്തിൽ ഒരുത്തൻ ദൂരെ വന്നതെന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ സ്ത്രീ സുരക്ഷ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്ത്രീ സുരക്ഷ ഇല്ലാതിരുന്നത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഞാൻ ബേസിക്കലി ഒരു കോൺഗ്രസ് ഫാമിലിയാണ് എൻ്റേത്. അവിടുന്ന് ഞാൻ നിർഭയ എന്ന് പറയുന്ന പെണ്ണിൻ്റെ ഗതികേട് ഓർത്ത് തെറ്റിയതാണ്. സ്ത്രീകളുടെ പ്രശ്നത്തിൽ മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ മറ്റ് പല കാര്യങ്ങളിലും ഏറെ മുന്നിലാണ്. സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഏതൊക്കെയാണെന്ന് പ്രത്യേകിച്ച് ഡെമോക്രസി പറയുന്നില്ല. ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.